അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 122. ചെറിയ പെരുന്നാൾ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു, വലിയ പെരുന്നാൾ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്നിങ്ങനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വയുന്തബുൽ ഗുസ്ലു ഐദി ഈദി ഫിത്റിൻ വ അദ്ഹ. ബലിപെരുന്നാളിനും ചെറിയ പെരുന്നാളിനും കുളിക്കൽ സുന്നത്തുണ്ട്. ഈ കുളി പക്ഷേ ജുമുഅയുടെ കുളി പോലെയല്ല. ജുമുഅയുടെ കുളി ജുമുഅക്ക് ഹാജറാകുന്നവർക്ക്, ജുമുഅ ഉദ്ദേശിച്ചവർക്ക് മാത്രം സുന്നത്തുള്ള കുളിയാണെങ്കിൽ വളാഹിറു ഇത്ലാഖിഹി അന്നഹു ലാ ഫർഖ മൻ യഹ്ദുറു സ്വലാഹ് വബൈന ഗൈരിഹി വഹുവ കദാലിക്. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഹാജരാകുന്നവർക്കെന്നോ അല്ലാത്തവർക്കെന്നോ, അതല്ലെങ്കിൽ നിസ്കരിക്കാൻ തയ്യാറാകുന്നവർക്കെന്നോ അല്ലാത്തവർക്കെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും സുന്നത്തുള്ള കുളിയാണിത്. വഗുസ്ലുൽ ഈദൈനി വലൗ ലിഹായിദിൻ വനുഫസാഅ വഗൈരി മുമയ്യിസ്. ഈ കുളി ആർത്തവകാരിക്കും നിഫാസുള്ളവൾക്കും അപ്രകാരം തന്നെ മുമയ്യിസ് അല്ലാത്ത കുട്ടികൾക്ക് പോലും സുന്നത്താണ്. ലിഅന്നഹു യൗമു സീന. കാരണം പെരുന്നാൾ എന്ന് പറയുന്നത് അലങ്കാരത്തിൻ്റെ, ഭംഗിയുടെ, സൗന്ദര്യത്തിൻ്റെ ദിവസമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും കുളിച്ച് വൃത്തിയാവുക, ഭംഗിയാവുക എന്നതാണ് ശർഇൻ്റെ തേട്ടം. നിയ്യത്ത് വെക്കാൻ പ്രായമായിട്ടില്ലാത്ത കുട്ടികളെ കുളിപ്പിക്കുന്ന മുതിർന്നവർ നിയ്യത്ത് വെച്ചു കൊടുക്കണം. അപ്പോഴാണ് പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയായി ആ കുളി മാറുക. എപ്പോഴാണ് പെരുന്നാളിൻ്റെ സുന്നത്ത് കുളിയുടെ സമയം ആരംഭിക്കുന്നത്? യദ്ഖുലു ബിനിസ്ഫിൽ ലൈലി. രാത്രി പകുതിയാകുന്നതോടുകൂടെ, അഥവാ അർദ്ധരാത്രിയോടുകൂടെ, പെരുന്നാൾ രാവ് അർദ്ധരാത്രി ആകുന്നതോടുകൂടെ പെരുന്നാൾ കുളിയുടെ സമയം ആരംഭിക്കുമെങ്കിലും വലാകിന്നൽ മുസ്തഹബ്ബ ഫിഅലുഹു ബഅദൽ ഫജ്രി. സുബ്ഹിൻ്റെ സമയമായതിന് ശേഷം കുളിക്കലാണ് സുന്നത്ത്. അതാണ് ഉത്തമം. പെരുന്നാൾ സുന്നത്ത് കുളി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുൻപേ കുളിച്ചെങ്കിൽ മാത്രമേ അതിന് അവസരം ലഭിക്കൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. പെരുന്നാളിൻ്റെ കുളി വയഖ്റുജു ബി ഗുറൂബി ശംസിഹി. അന്നേ ദിവസം സൂര്യാസ്തമയത്തോടുകൂടെയാണ് ആ സുന്നത്തായ കുളിയുടെ സുന്നത്തായ സമയം അവസാനിക്കുന്നത്. പെരുന്നാളിൻ്റെ പകൽ മുഴുവനും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി എപ്പോഴെങ്കിലും നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ തന്നെ ആ കുളിയുടെ സുന്നത്ത് ലഭിക്കും. അപ്രകാരം തന്നെ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്തായ അമലാണ് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് സുബ്ഹ് നിസ്കാര ശേഷം, സുബ്ഹിൻ്റെ സമയമായതിന് ശേഷം പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പായി വല്ലതും കഴിക്കുക എന്നതും, വലിയ പെരുന്നാളിൻ്റെ അന്ന് സുബ്ഹിന് സമയമായ ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതും. ചില ആളുകൾ ധരിച്ചു വശായത് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് നന്നായി കഴിക്കണം, ബലിപെരുന്നാളിൻ്റെ അന്ന് രാവിലെ അല്പം കഴിക്കണം എന്നാണ്. അത് ശരിയല്ല. വയുംസിക്കു ഫിൽ അദ്ഹ. ബലിപെരുന്നാളിൻ്റെ അന്ന് ഒന്നും കഴിക്കാതിരിക്കണം. ലിൽഇത്തിബാഇ സ്വഹഹു ഇബ്നു ഹിബ്ബാൻ. മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ
ബലിപെരുന്നാളിൻ്റെ അന്ന് ഒന്നും കഴിക്കാതിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ബലിപെരുന്നാൾ ദിവസം സുബ്ഹിൻ്റെ സമയമായാൽ പിന്നെ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഇംസാക്ക് ചെയ്യണം, നോമ്പുകാരനെ പോലെ കഴിയുക. എന്നാൽ നോമ്പല്ല താനും, നോമ്പാകണമെങ്കിൽ നിയ്യത്ത് വെക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പെടുക്കാൻ അന്നത്തെ ദിവസം പാടില്ലല്ലോ, ഹറാമാണല്ലോ. അപ്പോൾ പിന്നെ നോമ്പുകാരനെ പോലെ ഇംസാക്ക് ചെയ്യുക. ചെറിയ പെരുന്നാളിൻ്റെ അന്ന് എന്തെങ്കിലും കഴിക്കുകയാണ് വേണ്ടത്. എന്താണ് ഇതിൻ്റെ ഹിക്മത്ത്? ലിയംതാസ യൗമുൽ ഈദി അമ്മാ ഖബ്ലഹു, മുന്നേ ദിവസത്തെ തൊട്ട് പെരുന്നാളിൻ്റെ ദിവസം ഒന്ന് വ്യതിരക്തമാവുക എന്നുള്ളതാണ്. ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ച് തലേ ദിവസം നമ്മൾ റമദാനിലായതുകൊണ്ട് നോമ്പെടുത്തവരാണ്. അതുകൊണ്ട് ഇന്ന് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ വല്ലതും കഴിക്കുന്നു രാവിലെ, അതാണല്ലോ ഒരു വ്യത്യാസപ്പെടൽ. എന്നാൽ വലിയ പെരുന്നാളാകുമ്പോൾ തലേ ദിവസം വരെ നമുക്ക് അങ്ങനെ നിർബന്ധമായ നോമ്പില്ല, നമ്മൾ വല്ലതും കഴിക്കാൻ അനുവാദമുള്ളവരാണ്. എന്നാൽ അതുകൊണ്ട് വലിയ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഒരു മാറ്റം, നമ്മളൊന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ അന്ന് ഇംസാക്ക് ചെയ്യുക, ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വല്ലതും കഴിക്കുക. ആ കഴിക്കുന്നത് ഈത്തപ്പഴമാകലും സുന്നത്തുണ്ട്. അത് ഒറ്റ ആവൽ 1, 3, 5 ഇങ്ങനെ ഒറ്റ ആവലും സുന്നത്തുണ്ട് എന്നെല്ലാം ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. എന്നു മാത്രമല്ല, വലിയ പെരുന്നാളിൻ്റെ അന്ന് സുബ്ഹിൻ്റെ സമയമായത് മുതൽ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് കഴിയുന്നത് വരെ ഒന്നും കഴിക്കാതിരിക്കൽ സുന്നത്താണ് എന്നതിൻ്റെ പുറമെ പിന്നെ നമ്മൾ ആദ്യമായി കഴിക്കുന്നത് ഉദ്ഹിയ്യത്തിൻ്റെ മാംസത്തിൽ നിന്നാവലും സുന്നത്തുണ്ട് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നത് കാണും. വലിനുദ്ബിൽ ഫിത്രി യൗമൻ നഹരി അലാ ശൈഇൻ മിൻ ഉദ്ഹിയ്യതിഹി, അതും കൂടെ കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്ന് പരിശ്രമിക്കാം. വയുക്റഹു തർക്കു ദാലിക, പെരുന്നാൾ ദിവസങ്ങളിൽ ഈ പറഞ്ഞ വ്യത്യാസം, ചെറിയ പെരുന്നാളിൻ്റെ അന്ന് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോകലും വലിയ പെരുന്നാളിൻ്റെ അന്ന് ഒന്നും കഴിക്കാതിരിക്കലും, ഇത് രണ്ടും സുന്നത്താണെന്ന് മാത്രമല്ല ഇതിന് എതിര് ചെയ്യൽ കറാഹത്ത് കൂടിയാണ് എന്ന് തുഹ്ഫയിലും നിഹായയിലും മുഗ്നിയിലും ബുജൈരിമിയിലും എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മളൊരു കറാഹത്ത് ചെയ്ത് ആ പെരുന്നാൾ ദിവസത്തെ വരവേൽക്കുന്നവരാകാതിരിക്കുക. ഈ സുന്നത്ത് എല്ലാവരും മുറുകെ പിടിക്കുക. വേണമെങ്കിൽ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വല്ലതും കഴിക്കാമല്ലോ ബലിപെരുന്നാളിൻ്റെ അന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ അമലുകളൊക്കെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.